സൺഡേ ആയിട്ട് നമുക്കിന്നൊരു ഔട്ടിങ്ങിന് പോയാലോ? ബാ. കുളിക്കാൻ മറന്നാലും പെർഫ്യൂം അടിക്കാൻ ഞങ്ങൾ മറക്കാറില്ല കേട്ടോ. എനിക്ക് ആകെ അറിയാവുന്ന ലിപ്സ്റ്റിക് ഇടാനാ. അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്യും. ബാക്കി എൻ്റെ ഫുൾ മേക്കപ്പ് എനിക്ക് ചെയ്തു തരുന്നത് ക്യാത്തിയാട്ടോ. അവൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന് അവൾ പറയാറ്. തമ്പുരാൻ അറിയാം. ഞാൻ എന്തായാലും ഇരുന്ന് കൊടുക്കും. അങ്ങനെ സൺസ്ക്രീനും ഇട്ട് കുറച്ച് ക്യൂട്ട്നെസ്സും വാരി വിതറിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ബസ് സ്റ്റോപ്പിൽ ചെന്ന വഴി ഞങ്ങൾക്ക് ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫോറം മോളിലെത്തി. അവിടെ ഇപ്പോഴും ക്രിസ്മസിന് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ലൈഫിൽ ഇന്ന് വരെ ഒരു നോവൽ പോലും വായിച്ചിട്ടില്ലെങ്കിലും ബുക്ക് സ്റ്റോർ കണ്ടാൽ എനിക്ക് അപ്പം കയറണം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആണ്ടേ ക്യാത്തി ഒരു ബുക്കും പിടിച്ച് തലയും കുത്തി നിൽക്കുന്നു. അല്ല, അവൾ തലയും കുത്തി നിൽക്കല്ല, ബുക്ക് തലയും കുത്തി പിടിച്ച് അവൾ നിൽക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് മാങ്ങയാണ്, ഇത് ഇങ്ങനെയാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ ഏരിയയിലോട്ടേ പോയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് പുട്ടിയൊക്കെ ടെസ്റ്റ് ചെയ്തു. പിന്നെ നേരെ മാക്സിലോട്ട് വിട്ടു കേട്ടോ. ഡ്രസ്സ് ഒന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ ഇതിലൂടെ കയറി നടക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നു. നേരെ ഫുഡ് കോർട്ടിലോട്ട് വിട്ടു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞാൻ ചിക്കൻ ഹക്ക നൂഡിൽസും അവൾ പനീർ നൂഡിൽസും കേട്ടോ. ഞങ്ങൾ ഈ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഫുഡിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. വിശപ്പുള്ളത് മാത്രം കഴിച്ചാണ്. പിന്നെ ഞങ്ങൾ നേരെ സിനിമയ്ക്ക് വിട്ടു. ഞങ്ങൾ കണ്ടത് സർവ്വമായ മൂവിയാണ്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി പടമായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയാണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവി കണ്ടത്. പിന്നെ ഞങ്ങൾ നേരെ ദാറ്റ് മാൻഡേറ്ററി മിറർ സെൽഫി എടുക്കാൻ പോയി. പിന്നെ നേരെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഞങ്ങൾ പോയി. അവിടുന്ന് കുറച്ച് സലാഡ്സ് ഒക്കെ വാങ്ങി. പിന്നെ കുറച്ച് നേരം പ്ലേ സ്റ്റേഷനിലൂടെയൊക്കെ കയറി നടന്ന് നേരെ ഹോസ്റ്റലിൽ